ചട്ടമ്പിയാക്കും. അവരുടെ മൈഷത്തിന്റെ പ്രശ്ന. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വക്കീൽമാരെ തോന്നുമ്പോൾ വളരെ കരുതിക്കൊള്ളു. ഞാൻ വർഗബോധം മറന്നുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞുതരാം. വക്കീലിലേക്ക് ചെല്ലുമ്പോ വക്കീൽമാരെന്ത് ചെന്നാലും പറയും വകുപ്പുണ്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും കേസ് ജയിക്കാൻ വകുപ്പുണ്ട്. വക്കീൽ എന്താ പറഞ്ഞാൽ എന്റെ അരിക്ക് വകുപ്പുണ്ട്. ഇത് മനസ്സിലാക്കാതൊക്കെ ഉണ്ടാകും. വക്കീൽ പറയുന്നതിന്റെ അർത്ഥം തിരിയാതിരിക്കണ്ട. അതുകൊണ്ട് ഞാൻ വായിച്ച് പറയുന്നതിൽ വല്ല തെറ്റുമുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർക്ക് ഒരു സ്ലിപ്പ് അർത്ഥം തെറ്റിയിരിക്കുന്നു എന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കാവുന്നതാണ്. അങ്ങനെ പിന്നെയും താഴോട്ട് വന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാൻ വായിച്ച് കേൾപ്പിക്കാം നിങ്ങളോട്. എന്നിട്ട് പിന്നെയും തുടരുകയാണ്. ഡി ദാറ്റ് ആസ് ഇറ്റ് മേ. അത് നിൽക്കുമ്പോൾ നിൽക്കട്ടെ. The controversy relating to accepting of the list of the governing body members of the year 1990-91. Thereafter, every year, such list must have been submitted to the registrar as required under the provisions of the Societies Registration Act. ഈ 1990-91 ലിസ്റ്റും അതിന്റെ ശേഷവും ലിസ്റ്റുകളൊക്കെ തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആദ്യമായി ചെയ്യാൻ പിന്നെയും വായിക്കുകയാണ്. ടു അസ്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജഡ്ജിമാർക്ക്. ആരൊക്കെയാണ് ഈ ജഡ്ജിമാർ നിങ്ങൾക്കറിയാമോ? ജസ്റ്റിസ് ശിവരാജ് ബി പാട്ടീൽ, ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണൻ. അതാണ് ടു അസ്, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിമാരായ ഞങ്ങൾക്ക്. അവർ പറയാണ് it appears that the controversy raised in this appeal has become academic. അത് അക്കാഡമിക് ആണ്, ഉപരിപ്ലവമാണ്, ഒരു വിദ്യാഭ്യാസപരമായ ചർച്ച മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിധിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമായി ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യമായി സൂചിപ്പിച്ചതുപോലെ ഇന്നതാണ് ശരിയായ സമത്ത എന്ന് പറഞ്ഞിട്ടില്ല. കേസ് എന്തിനെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ ഇവർ പലപ്പോഴും ജനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 90-91 കാലഘട്ടത്തില് ലിസ്റ്റ് സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ലിസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ വിധിയിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട് അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് അന്തിമമല്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഈ ലിസ്റ്റ് സ്വീകരിച്ചതിനെതിരിൽ പോലും ഇനിയും അർഹമായ കോടതിയിൽ പോകാൻ മുസ്ലിയാർക്ക് അർഹതയുണ്ട്, യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായും ഈ കോടതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതിയിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും കാണപറ്റൂ എന്ന് പറയുമ്പോഴേക്കും കയറെടുത്തോളുന്ന ചില മനുഷ്യന്മാരുണ്ട്. ചേളാരിക്കാർ അക്കൂട്ടത്തിലാന്ന് മാത്രം, അത്രേ സംഭവമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയായ സമത്ത ഏതാണ് എന്നുള്ള കാര്യം ഇനിയും തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നും അത് തീരുമാനമാകുന്നത് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഞങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യവും നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഈ പണ്ഡിതന്മാരിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യമില്ലാതെ തന്ത്രപരമായ ലക്ഷ്യമില്ലാതെ വന്യരായ ജെപിയുടെ വ്യക്തമായി പറയുകയുണ്ടായി, സമസ്തയുടെ ചരിത്രത്തില് പ്രസിഡന്റുമാരെ പുറത്താക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഞാനടി വായിച്ചിട്ടില്ല. ഇത് സമസ്തയുടെ പ്രസിഡന്റുമാരൊക്കെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വന്യരായ ഉസ്താദ് കഞ്ഞിയത്തവരവരെ വരെ മരിച്ചങ്ങട്ട് പിരിഞ്ഞതാ അല്ലേ? മരിച്ചങ്ങട്ട് പിരിഞ്ഞതാ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു? ഇപ്പം പുതിയ പ്രസിഡന്റ് ആരായി എന്നൊക്കെ പത്രത്തിൽ വരികയുണ്ടായി. ഒരു കാര്യം സഹോദരന്മാരെ നിങ്ങളൊക്കെ മനസ്സിലാകുക, കൈവിട്ട നേതൃത്വത്തിന്റെ അഭാവത്തിൽ ദിനേനയെന്നോണം ഉപ്പും പാത്രത്തിൽ വീണ പല്ലി പോലെ ഈ സംഘടന ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നേതാക്കന്മാർക്ക് അനുയായികളുടെ വികാരം പിടിച്ചുപറ്റിയ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന സിംഗിൾ നേതാവില്ലാത്ത ഒരു സംഘടനക്കൊരു ലോകത്ത് വളരാൻ കഴിഞ്ഞിട്ടില്ല, വളരുകയുമില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അതിശക്തിമത്തായ ലീഡർഷിപ്പിനെ മനഃശാസ്ത്രജ്ഞന്മാർ പലരുമായി വിവരിച്ച കൂട്ടത്തിൽ വന്യരായ ഉസ്താദ് എ പി അബ്ദുൽ മുസ്ലിയാർ ലീഡർഷിപ്പിനെ കുറിച്ച് പറയേണ്ടത് മാജിക്കൽ ലീഡർഷിപ്പ് എന്നാണ്. മാജിക്കൽ ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പിന്റെ കീഴിലാണ് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മഹാൻ
വിവാഹത്തിന്റെ 3 ലക്ഷണമെത്താൻ സാധാരണ സ്ഥിതിയിൽ ഒരു പക്ക രാഷ്ട്രീയക്കാരനാകാവുന്നതാണ്. ആയത്തുൽ മുനാഫിഖ് സലാസ് ഇദാ ഹദറ കദിബ വഇദാ ഉതുമിന ഖാന വഇദാ വഅദ ഖലഫ. ഒറ്റപ്പെട്ട ഒരു ഒഴിവുണ്ടെങ്കിൽ ഒരു ഒഴിവാക്കി കളി. അതിനും കിതാബിന് നിയമമുണ്ട്. മാമിൻ ആമിൻ ഇല്ലാ ഖദ് ഖുസ്സ. എല്ലാ പൊതു നിയമങ്ങൾക്കും അപവാദങ്ങളുണ്ട്. ഇംഗ്ലീഷിലും നിയമമുണ്ട്. എവറി ജനറൽ റൂൾ ഹസ് എക്സംപ്ഷൻസ്. എല്ലാ പൊതു നിയമങ്ങൾക്കും അപവാദങ്ങളുണ്ട്. അതും ഒരു പൊതു നിയമമാണ്. അപ്പോൾ അപവാദമില്ലാത്ത ചില നിയമങ്ങളും ഇതേ ഞാൻ നിങ്ങൾ ഓർത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് കോടതിയെ പറ്റി ഇപ്പൊ എന്താ മനസ്സിലാക്കിയത്? ക്ലാസ് എടുത്തു കഴിഞ്ഞാല് ഈത്ത് മുഹമ്മദ് ഭാഷയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പോയിന്റ് ഒന്നാമത് രണ്ടാമത് പറയും.